ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ശരവണഭവൻ സ്റ്റൈല് തക്കാളി ചമ്മന്തി, പിന്നെ കുട്ടി ദോശ, പിന്നെയുള്ളത് മത്തങ്ങ സാമ്പാറാണ് കേട്ടോ. ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വലിയ തക്കാളി ആണെങ്കിൽ 4 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 5 6 ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിന് സവാള അതെ, വലുതാണെങ്കിൽ 1 സവാള മതി, ചെറുതാണെങ്കിൽ 2 എടുക്കാം. എല്ലാം അരിഞ്ഞു വയ്ക്കുക. പിന്നെ എണ്ണ നല്ലെണ്ണയാണ് ബെസ്റ്റ്. അതില്ലെങ്കിൽ നമുക്ക് വേറെ വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓയിൽ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സിമ്മിൽ വയ്ക്കണം, അല്ലെങ്കിൽ മുളകിട്ട് അപ്പം തന്നെ കരിഞ്ഞു പോകും. പിന്നെ വെളുത്തുള്ളി ഇട്ടു. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി സവാള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം നമുക്ക്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തിട്ട് അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. തുറന്ന് വെച്ച് വഴറ്റണതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി തിരക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ വേഗം തക്കാളി വഴണ്ട് കിട്ടുമല്ലോ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സമയമുള്ളവർ തുറന്ന് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ മൂടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. ഇവിടെ ഇത്തിരി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് മൂടി വെച്ചിട്ട് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ലെണ്ണ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മൂടി വയ്ക്കാണ്ട് തുറന്ന് വെച്ചിട്ട് വഴറ്റിയെടുക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. സവാളയൊന്നും കളറൊന്നും മാറണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് തളർന്നാൽ മതി. ഇനി നമ്മളിതൊക്കെ കോരിയെടുത്തിട്ട് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മുളകിൻ്റെ ഞെട്ട് ഉള്ളത് കളഞ്ഞോളൂ കേട്ടോ. വേണമെങ്കിൽ ആദ്യമേ തന്നെ ഞെട്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഫൈൻ പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട. അത് കഴിഞ്ഞിട്ട് ഇത് വറുത്തിടാനായിട്ട് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഇത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഇതിൻ്റെ സ്പെഷ്യലാണ് 2 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. പിന്നെ കായം ഒരു 3-4 ഇങ്ങനെ പിശുക്കും എന്ന് പറഞ്ഞ് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ഉലുവ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഉലുവ ഇട്ട് കൊടുത്താൽ ബെസ്റ്റായിരിക്കും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരച്ച് വെച്ചത് ചേർത്താൽ മതി. നമ്മൾ ചമ്മന്തി റെഡിയായി. ചട്നി, ശരവണഭവൻ തക്കാളി ചട്നി റെഡി. അപ്പോൾ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കുട്ടി ദോശ ഉണ്ടാക്കാനായിട്ട് ദോശമാവ് അരയ്ക്കണത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മൾ ഇഡലിപ്പൊന്നിയാണ് എടുത്തത്. 3 ഗ്ലാസ് ഇഡലിപ്പൊന്നിക്ക് 1.5 ഗ്ലാസ് ഉഴുന്നെടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണ് കേട്ടോ. രാവിലെ കുതിർത്ത് വൈകുന്നേരം ഇപ്പോൾ അരച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിന് നമ്മൾ ഇന്നൊക്കെ ആവശ്യമുള്ളത് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ലൂസാക്കി, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു കേട്ടോ. അതിങ്ങനെ ഒരു തവി ഒഴിച്ച് അധികം പരത്തണ്ട, കുറച്ചിങ്ങനെ പരത്തിയാൽ മതി. അപ്പോൾ നമുക്ക് കുട്ടി ദോശ റെഡിയാവും. പിന്നെ അതിങ്ങനെ ബബിൾസൊക്കെ വരുമ്പോൾ ആ ബബിൾസ് പൊട്ടി അവിടെ ഒരു കുഴിയാവില്ലേ, അതിലേക്കൊക്കെ ഇങ്ങനെ നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ എത്തും. അപ്പം നമ്മുടെ കുട്ടി ദോശയും റെഡിയായി കേട്ടോ. അപ്പോൾ ഈ ദോശയും ഈ ചമ്മന്തിയും അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ രണ്ടും ചെയ്ത് നോക്കാത്തവരൊന്നും ഒരുമിച്ച് ചെയ്ത് നോക്കുക. പിന്നെ സാമ്പാറും, മത്തങ്ങ സാമ്പാർ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല സ്വാദുണ്ടായിരുന്നു. ശരവണഭവൻ തക്കാളി ചമ്മന്തിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ആ എന്താ പറയുക, കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയൊക്കെ കൂടി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.